ഹലോ വെൽഡർ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൽ ഹസൻ. അപ്പോൾ ഇതുവരെ നമ്മൾ 150 ചോദ്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 151ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 151ാമത്തെ ചോദ്യം ഇതാണ്: ഡ്യൂറിങ് വെൽഡിംഗ് ഓഫ് ലാബ് ജോയിന്റ് ദി ആംഗിൾ ഓഫ് ഇലക്ട്രോഡ് വിത്ത് റെസ്പെക്ട് ടു വർക്ക് ഈസ്. അപ്പോൾ നമ്മൾ ലാപ്പ് ജോയിന്റ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡ് ആംഗിൾ ആ വർക്കിൽ നിന്നും എത്ര ഡിഗ്രി ചരിച്ച് വെക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം PSC നോർമലി ചോദിക്കുന്നത് റൈറ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്കിലും അതുപോലെ തന്നെ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്കിലും ആ ഒരു ഇലക്ട്രോഡിന്റെ ആംഗിൾ ആണ്. അതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 30 മുതൽ 40 ഡിഗ്രി വരെയാണ്, യാതൊരു സംശയമില്ല, ഇലക്ട്രോഡ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടല്ലേ. പക്ഷെ ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ അവിടെ വന്നിട്ട് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ലാപ്പ് ജോയിന്റ് വെൽഡിങ്ങിലാണോ എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ ആംഗിൾ ഓഫ് ഇലക്ട്രോഡ് വിത്ത് റെസ്പെക്ട് വർക്കീസ് എന്ന് പറഞ്ഞതിന്റെ ആൻസർ വന്നത് 40 ഡിഗ്രി ടു 50 ഡിഗ്രിയാണ്. കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പൊതുവെ ഏതാണ്? ബ്ലോ പൈപ്പിന്റെ ആംഗിൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോഡ് ലെഫ്റ്റ് വാർഡ് അല്ലെങ്കിൽ റൈറ്റ് വാർഡ് ആണ്. അതാണെന്നുണ്ടെങ്കിൽ 30-40 ഡിഗ്രിയാണ്. രണ്ട് ലെഫ്റ്റ് വാർഡ് എന്ന് ചോദിച്ചാലും റൈറ്റ് വാർഡ് എന്ന് ചോദിച്ചാലും അങ്ങനെയാണ്. ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ സെയിം ആൻസർ കീ തന്നെ ഞാനിവിടെ ഉൾപ്പെടുത്തിയത് കേട്ടോ. അതേ ആൻസർ കീ തന്നെയാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ഡ്യൂറിങ് വെൽഡിംഗ് ഓഫ് ലാബ് ജോയിന്റ് വെൽഡിങ്ങിന്റെ സമയത്ത് ആംഗിൾ ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് 40-50 ഡിഗ്രി ആണെന്നുണ്ടാണ് അതിന്റെ ആൻസർ കീയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ലാപ്പ് ജോയിന്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ലാപ്പ് ജോയിന്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ദ പ്ലേറ്റ് ദാറ്റ് ആർ ടു ബി ജോയിന്റ് ആർ ബ്രോട്ട് ഫേസ് ടു ഫേസ് സച്ച് ദാറ്റ് ദേ ഓവർലാപ്പ്. അതായത് വേറെ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു വർക്ക് പീസാണ്, ഇതൊരു വർക്ക് പീസാണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് വർക്ക് പീസ് ഉണ്ട്. ഇത് A പീസ്, ഇത് B പീസ്. ഈ B പീസ് എടുത്ത് എന്ത് ചെയ്യുന്നു? ഈ B പീസ് എടുത്തിട്ട് ഈ B പീസിന്റെ എഡ്ജ് എടുത്തിട്ട് ഈ A പീസിന്റെ മുകളിലേക്ക് വെച്ച് എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ വെൽഡ് ചെയ്യുന്ന വിചാരിക്കുക. സോ ഇത്തരത്തിൽ ഒരു പീസ് മറ്റൊന്നിന്റെ മുകളിലേക്ക് ഓവർലാപ്പിംഗ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യുന്നു? പരസ്പരം ഓവർലാപ്പിംഗ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ഇതാവുമ്പോഴാണ് ലാബ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാബ് ജോയിന്റ് വെൽഡിങ്ങിന് മാത്രമല്ല, പൊതുവേ നമ്മൾ എന്താണ് മറ്റ് പ്രോസസ്സുകൾ പറയുന്ന സമയത്ത് ഇപ്പോൾ അതിൽ റിവറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. The plate that are to be joined are brought to face such that they are overlap each other. അപ്പോൾ edge of each piece is welded to the surface of the other എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. 152ാമത്തെ ചോദ്യം നോക്കിയേ. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഫ്ലെയിം കട്ടിംഗ് ഹാസ് ടു പ്രീഹീറ്റഡ് അപ് ടു. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഫ്ലെയിം കട്ടിംഗ് ഹാസ് ടു ബി പ്രീഹീറ്റഡ് അപ് ടു. അപ്പോൾ പ്രീഹീറ്റിങ്ങിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 900 ഡിഗ്രി സെൽഷ്യസ് ആണോ ആൻസർ എന്ന് പറയുന്നത്? ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഫ്ലെയിം കട്ടിംഗ് ഹാസ് ടു പ്രീഹീറ്റഡ് അപ് ടു ദ 900 ഡിഗ്രി സെൽഷ്യസ്. സോ അതിന്റെ എന്താ പറയുക, പ്രീഹീറ്റിങ്ങിന്റെ ഇത് നോക്കിയേ. The purpose of preheating of metal to decrease stress and സ്പാറ്ററിങ് ഡ്യൂറിങ് ഫ്ലെയിം കട്ടിംഗ് ഓപ്പറേഷൻ. അതായത് ഫ്ലെയിം കട്ടിംഗ് ഓപ്പറേഷൻ്റെ സമയത്ത് സ്പാറ്ററിങ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടും സ്ട്രെസ് ഡിക്രീസ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന പോലെ പ്രീഹീറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ കട്ട് മെറ്റൽസ് ഇൻ ടു സ്മോൾ സൈസസ് ആൻഡ് ഷേപ്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു മെഷീനിങ് ബൈ അതർ മെക്കാനിക്കൽ മെത്തേഡ്. The equipment used in this process of flame cutting is portable and can be effectively used for field work. Okay, അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ അല്ലെ. 153ാമത്തെ ചോദ്യം. ഡ്യൂറിങ് SMAW. ഓക്കെ, SMAW എന്താണ്? ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ മാനുവൽ ആർക്ക് വെൽഡിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം സംടൈംസ് സ്റ്റിക്കിംഗ് ഓഫ് ഇലക്ട്രോഡ് ബേസ് മെറ്റൽ ഇസ് നോൺ. അതായത് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ബേസ് മെറ്റൽ അല്ലെങ്കിൽ പാരന്റ് മെറ്റൽ അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിന്റെ മുകളിൽ ആ ഇലക്ട്രോഡ് സ്റ്റിക്ക് ആവാറുണ്ട്. അതിനെ പറയുന്ന പേരാണ് ആർക്ക് ഫ്രീസിങ്. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് SMAW sometimes sticking of electrode to base metal is known as arc freezing.
Shielded metal arc welding, also known as manual metal arc welding, is welding process that uses a flux-coated electrode to join metals. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 154ാമത്തെ ചോദ്യം. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. കാണാതെ പഠിച്ചോണ്ട് അറിയത്തില്ലെങ്കിൽ ബ്രാസ് കോപ്പറും സിങ്കൂടെ ആണ് ബ്രാസ്, അതുപോലെ തന്നെ കോപ്പറും ടിന്നൂടെ ചേരുന്നതാണ് ബ്രോൺസ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ബ്രാസ് ഈസ് ആൾസോ കൊറോഷൻ റെസിസ്റ്റന്റ്. ബ്രാസ് ഈസ് വൈഡ്ലി യൂസ്ഡ് മേക്കിംഗ് മോട്ടോർ കാർ, റേഡിയേറ്റർ കോർ ആൻഡ് വാട്ടർ ടാപ്സ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 155ാമത്തെ ചോദ്യം. ഇത് ഞാൻ ഹോംവർക്ക് തന്നാലോ എന്ന് ഓർത്തെയാണ്, പിന്നെ അതിന് വേണ്ടിയിട്ട് നിൽക്കേണ്ട വിചാരിച്ചു. പലരും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ റിവേഴ്സ് പൊളാരിറ്റി ആർ വെൽഡിംഗ് ഈസ് അഡോപ്റ്റഡ് വെൻ ജോബ് തിക്നെസ് ഈസ് ലെസ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് റിവേഴ്സ് പൊളാരിറ്റി? റിവേഴ്സ് പൊളാരിറ്റി ആർക്ക് വെൽഡിംഗ് ഈസ് അഡോപ്റ്റഡ് വെൻ ജോബ് തിക്നെസ് ഈസ് ലെസ്. അപ്പോൾ റിവേഴ്സ് പൊളാരിറ്റിയും സ്ട്രൈറ്റ് പൊളാരിറ്റിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. വെൻ ദ വർക്ക് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ടു എ DC വെൽഡിംഗ് മെഷീൻ ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ ടു എൻ ഇലക്ട്രോഡ് ഹോൾഡർ. അതായത് ഇലക്ട്രോഡ് ഹോൾഡർ ആ ഒരു DC വെൽഡിംഗ് മെഷീൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും വർക്കിനെ പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, സ്ട്രൈറ്റ് പൊളാരിറ്റി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ വർക്ക് ഈസ് കണക്റ്റഡ് നെഗറ്റീവ് ദ ഇലക്ട്രോഡ് ടു പോസിറ്റീവ് ടെർമിനൽ. അതായത് ഇലക്ട്രോഡ് ഹോൾഡർ പോസിറ്റീവ് ടെർമിനലിലും അതുപോലെ തന്നെ വർക്ക് നെഗറ്റീവ് ടെർമിനലിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ റിവേഴ്സ് പൊളാരിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് രണ്ടുമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫിഗർ ഉൾപ്പെടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ്സസിൽ. അതുകൊണ്ട് വീണ്ടും അത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. 156ാമത്തെ ചോദ്യം. ഫസ്റ്റ് എ ഡാഷ് ഡ്രോയിങ് ഈസ് ടു പ്രിപ്പയർഡ് ടു കട്ട് പൈപ്പ് ഫോർ വെൽഡിങ്. ഫസ്റ്റ് ഇയർ ഡെവലപ്മെന്റ് ഡ്രോയിങ് ഈസ് ടു ബി പ്രിപ്പയർ ടു കട്ട് പൈപ്പ് വെൽഡിങ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം 157ആണ്. 157ാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഫോർ ഗുഡ് വെൽഡിംഗ് പ്രോസസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ടിപ്പ് ആൻഡ് ജോബ് ഷുഡ് ബി ഏതാണ്? അതെ, 3-4 മില്ലിമീറ്റർ ആണ്. അപ്പോൾ for a good welding process the distance between electrode tip should 3-4 millimeter. അപ്പോൾ every commercial welder tell you that the arc length also called arc gap, the distance between the part that has to be welded and the electrode tip. അപ്പോൾ ഏതൊരു commercial welder നിങ്ങളോട് പറയും ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ അതിനെ ആർക്ക് ഗ്യാപ്പ് എന്ന് വിളിക്കുക എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ട് ദാറ്റ് ഹാസ് ടു ബി വെൽഡ് ചെയ്യുന്ന പാർട്ടും അതുപോലെ തന്നെ ഇലക്ട്രോഡ് ടിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. The arc length depend on the arc stability, weld current and the concentrity of the part. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 158ാമത്തെ ചോദ്യമാണ്. The supply voltage required for a welding transformer is, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. The supply voltage required welding transformer is 230 volt അഥവാ 230 വോൾട്ട്. അതായത് വെൽഡിംഗ് പ്രക്രിയയ്ക്ക് താരതമ്യേന കുറഞ്ഞ വോൾട്ടേജും ഉയർന്ന കറണ്ടും ആണ് ആവശ്യം. അതുകൊണ്ട് ഉയർന്ന വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഉയർന്ന വോൾട്ടേജ് മെയിൻ സപ്ലൈ എന്താണ് ഒരു ട്രാൻസ്ഫോമർ വഴി കുറയ്ക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടല്ലേ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണ് പറയുക? ഉയർന്ന വോൾട്ടേജിനെ കുറഞ്ഞ വോൾട്ടേജ് ആക്കുകയും കുറഞ്ഞ കറണ്ടിനെ കൂടിയ കറണ്ട് ആക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 159ാണ്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫ്ലക്സ് യൂസ്ഡ് ടു സ്റ്റെബിലൈസ് ആർക്ക്, ഷീൽഡിംഗ് ദ വെൽഡ് ഡെപ്പോസ് ഫ്രം ഓക്സിഡേഷൻ, റിമൂവ് ഇമ്പ്യൂരിറ്റീസ്. ആൾ ഓഫ് ദീസ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 160ആണ്. ദ ബെസ്റ്റ് ഫ്ലെയിം ടു ഗ്യാസ് വെൽഡ് മൈൽഡ് സ്റ്റീൽ ജോബ്, സംശയമില്ല ന്യൂട്രൽ ഫ്ലെയിം ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് മുൻപ് ഇത്രയും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു വന്നു. അതിനകത്ത് ഓക്കെ, ന്യൂട്രൽ ഫ്ലെയിം ഓക്സിജൻ ആൻഡ് അസറ്റിൻ ആർ മിക്സ്ഡ് ഈക്വൽ പ്രൊപ്പോർഷൻ ബ്ലോ പൈപ്പിൽ ഓക്സിജൻ്റെ അളവ് 1:1 ആയിരിക്കും ഓക്സിജനും അസറ്റിനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് വെൽഡ് മോസ്റ്റ് ഓഫ് ദ കോമൺ മെറ്റീരിയൽ, അതായത് മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ, അലുമിനിയം തുടങ്ങിയ. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൂടി ആയപ്പോൾ നമ്മൾ എത്ര ചോദ്യങ്ങളാണ്? 160 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ 10ാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ചോദ്യങ്ങളൂടെ കവർ ചെയ്ത് 200 ചോദ്യങ്ങൾ ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷമുള്ള ക്ലാസ്സുകളൊക്കെ തന്നെയും എന്തായിരിക്കും? നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ അവൈലബിൾ ആവുന്ന തരത്തിലായിരിക്കും ക്രമീകരിക്കുന്നത്. അഥവാ പ്രീമിയം ഗ്രൂപ്പിലെ കൂടെ അവൈലബിൾ ആവുന്ന തരത്തിലായിരിക്കും ക്രമീകരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. ഹാവ് എ നൈസ് ഡേ.